ചിക്കൻ പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു 2 കിലോ മീറ്റ് കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കോൺഫ്ലോർ ഇതെല്ലാം പെരട്ടി ഒരു മണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയി വരണം. അതുവരെ നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ പെരട്ടി വറുത്ത ചിക്കനാണിത്. നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കണം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെരട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ചതച്ചത്, ഒരു തുടം വെളുത്തുള്ളിയാണ് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്, കുറച്ച് പെരിഞ്ജീരകം, ഒരു സ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഒരു 10 തണ്ട് ഉണക്കമുളക് 2ആയിട്ട് കീറിയതാണ്, 3 സവോള അരിഞ്ഞതാണ്, 2 സ്പൂൺ മുളക് പൊടി നമ്മൾ മുളക് വാങ്ങിച്ച് പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പാക്കറ്റ് മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളകും വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന മുളക് പൊടിയാണിത്. 1 സ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മില്ലിൽ നിന്ന് ആട്ടി വാങ്ങിച്ച വെളിച്ചെണ്ണയാണ് പാചകത്തിന് യൂസ് ചെയ്യുന്നത്. പാക്കറ്റ് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കാറില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുമ്പോൾ ഉണക്കമുളക് മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നു. സവോള നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ സൂര്യ. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് എന്നതിലുപരി ഒരു കാറ്ററിംഗ് സെൻറ്റർ പോലെയാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടത്തുവാണെങ്കിൽ അപ്പോൾ ആ വീട്ടിലെ തന്നെ സെയിം ഫുഡ് സെർവ് ചെയ്യുക, അതാണ് ഞങ്ങളുടെ ഉദ്ദേശവും. ഇതൊരു ബൾക്ക് ഓർഡറിലല്ല ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിലെ ഫുഡ് അതേ ടേസ്റ്റിലും അതേ വൃത്തിയിലും തന്നെ ചെയ്യാൻ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ അമ്മമാർ ഞങ്ങൾക്ക് പകർന്നു തന്ന ഭക്ഷണത്തിൻ്റെ രുചി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്കാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് ഓർഡറുകൾ തന്നാൽ ഞങ്ങൾ നല്ല രീതിയിൽ, ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ, നല്ല വൃത്തിയിലും നല്ല രുചിയിലുമുള്ള ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും. നമ്മൾ പ്രധാനമായിട്ടും ചോറ്, മീൻകറി, ചിക്കൻ കറി, അങ്ങനെയുള്ള മീൽസ്, പിന്നെ ഫ്രൈഡ് റൈസ്, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. പിന്നെ കറിയിൽ വരുവാണെങ്കിൽ നമ്മൾ ചിക്കൻ പെരട്ട് ചെയ്യുന്നുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ പോർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ പാർട്ടി ഓർഡറുകളാണെങ്കിൽ നമ്മൾ ചേർത്തല ടു അരൂർ വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.